ആകെ നനഞ്ഞാൽ കുളിരില്ലെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായിരിക്കെ താൻ പറഞ്ഞു കൂട്ടിയ നുണകളെല്ലാം വിശ്വസിച്ച് ഈ നാട്ടുകാർ വോട്ട് ചെയ്തു. എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ ആ നുണ പറച്ചിൽ തുടരാമെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മേനോൻ സതീശൻ സാർ പറഞ്ഞ കല്ല് വെച്ച നുണകൾ ഡീകോഡ് ചെയ്തെടുക്കാൻ എളിയൊരു ശ്രമം നടത്തുന്നു. നമ്പർ 1. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോ ഒരു മൈക്ക് എന്റെ മുഖത്ത് വന്നാ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പൊ നിങ്ങളോട് രഹസ്യയോട് പറയാം, എന്റെ മുഖത്താണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. സത്യം. അതെ, സത്യം. എന്നാ പിന്നെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് മൈക്ക് കുത്തുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അല്ല, നിങ്ങൾ ആരെങ്കിലും മൈക്ക് മുഖത്ത് കുത്തിയത് കണ്ടോ? ഇനി അടുത്ത നുണ. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത്. അല്ല, അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു. എന്നാ പിന്നെ രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസുകാര് എന്താണ് ചെയ്തതെന്ന് കാണാം. രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത്. അല്ല, അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത്. അല്ല. ഇനി നുണ നമ്പർ 3. അങ്ങനെയൊന്നും അദ്ദേഹം പറയില്ല. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിലെ അജണ്ട എന്താണെന്നാണ് കെ.സി. വേണുഗോപാൽ വിമർശിച്ചത്. അപ്പൊ പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയായ സതീശൻ അമിത്ഷായെ കാണുന്നതും അജണ്ടയുടെ ഭാഗമല്ലേ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. എടുത്ത വഴിക്ക് സതീശൻ പറഞ്ഞു, വേണുഗോപാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന്. എങ്കിൽ പിന്നെ വേണുഗോപാൽ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരിൽ വീട്ടിൽ അമിത്ഷാ കണ്ട ഏക മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. വാട്ട് ഈസ് ദ അജണ്ട? ഇനി അടുത്ത നുണ. കന്റോൺമെന്റ് ഗേറ്റ് ഒന്നും അടച്ചിട്ടില്ല. കന്റോൺമെന്റിലെ ഗേറ്റ് ഒന്നും അടച്ചിട്ടില്ല. കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് ചൂണ്ടിക്കാട്ടിയപ്പോൾ സതീശൻ കൊടുത്ത മറുപടിയാണിത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിലക്ക് കന്റോൺമെന്റ് ഹൗസിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാലും കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോൾ മാധ്യമ വിലക്കുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യാതൊരു സങ്കോചവും ഇല്ലാതെ നുണ പറയുന്നൊരു മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് ഏറ്റവും വലിയ വിസ്മയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.